ഇന്ന് കപ്പലണ്ടി റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര സ്പൂണ് കായം, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ആദ്യം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ പാകത്തിനാക്കി വയ്ക്കണം. വെള്ളം കൂടാനും കുറയാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൽ പൊടി ചേർത്തിട്ട് വെള്ളം ചേർക്കാം. 1 ടേബിൾ സ്പൂണ് കടലമാവും 1 സ്പൂണ് അരിപ്പൊടി, നൈസ് അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ പാകത്തിന് അതിന്മേൽ കോട്ടിങ് പോലെ ആക്കിയെടുക്കാം. വെള്ളം പോലെയായി നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കട്ട കുത്തിയിടരുത് കേട്ടോ. 1 2 എണ്ണമൊക്കെ ചേർന്നിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ മൊത്തത്തിൽ ഇങ്ങനെ കട്ടിയായിട്ട് വാരിയിടരുത്. ഓരോന്ന് തിരിച്ച് നമ്മൾ ഇടണം. അങ്ങനെ ഇപ്പം ഞാൻ കുറച്ചെടുത്തുള്ള ഒരു ചെറിയ ഗ്ലാസ്സാണ് ഞാൻ ഇന്നത്തെ ഈവനിങ്ങിന് വേണ്ടി മാത്രം എടുത്തത്. നമുക്ക് വേണമെങ്കിൽ വറുത്ത് അത് മാറ്റി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഉണങ്ങിയൊരു കുപ്പിയിൽ നമുക്കിത് എടുത്ത് തണുത്ത് കഴിയുമ്പോൾ മാറ്റി വയ്ക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇന്ന് ഞാൻ ഇന്നേക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1 ഗ്ലാസ് എടുത്തത്. അപ്പം അതിനുള്ള കൂട്ടാണത്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതും അതിനോടൊപ്പം വറുത്തത് ഇതൊരു പകുതി മുക്കാലായതിന് ശേഷം അതിട്ടാൽ മതി കേട്ടോ. വെളുത്തുള്ളി വേപ്പിലയൊക്കെ കഴിയുമ്പോൾ നമ്മൾ അത് വറുത്തെടുക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് കുറച്ചധികം വറുത്ത് വയ്ക്കണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് അപ്പൂനൊന്ന് കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വറുത്തത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ചായക്ക് ഒരു ഈവനിങ് സ്നാക്ക് പോലെ എടുക്കുകയും ചെയ്യാം. കട്ടൻ ചായക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത്. എരിവൊക്കെ ഉണ്ടല്ലോ, കുറച്ചും കൂടി എരിവൊക്കെ ചേർക്കട്ടെ. സ്വല്പം കുരുമുളക് ചേർക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല അപ്പൂന് കഴിക്കാനുള്ള കാരണം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ 1 സ്പൂണ് ചേർത്തു എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 സ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടിയല്ലേ, ഒട്ടും മുളക് ഉണ്ടാവില്ല. ഞാൻ കളറ് മാത്രം നോക്കണുള്ളൂ. അപ്പോൾ അപ്പൂന് അത്ര എരിവാകുമ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ എരിവ് കുറച്ച് എടുത്തത്. അപ്പോൾ നമ്മൾ നോക്കിയോ ഇടയ്ക്ക് ആയോ എന്നുള്ളത്. നല്ല ഇങ്ങനെ കല്ല് വീഴുന്ന പോലത്തെ ശബ്ദമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. നമുക്കത് ഇതിനെടുത്ത് മാറ്റാം. കുറച്ച് നേരം വേണ്ടു. അപ്പോൾ ഞാനൊരു 10 മിനിറ്റാണ് അത് കൂട്ടി വെച്ചതിന് ശേഷം മാറ്റി വെച്ചത്. അപ്പോൾ അത്രയും നേരം വേണ്ടു. നമുക്ക് ചായ ഇട്ട് അപ്പോൾ തന്നെ നമുക്ക് അതിനോടൊപ്പം ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചായക്ക് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കുറച്ചധികം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ.